ബെന്നീസ് വ്ലോഗ്സിൻ്റെ നാട്ടിൻപുറത്തെ കൃഷിക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പടവലങ്ങ തോട്ടമാണ്. ഇത് കൺവെൻഷനലായിട്ടുള്ള നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന തരത്തിലുള്ള പടവലങ്ങയുടെ തോട്ടമാണ്. ഇപ്പോൾ പുതിയ ടൈപ്പ് ഓഫ് കൃഷി മൾച്ചിങ്ങും അങ്ങനെയുള്ള ആ രീതിയിലുള്ള പടവലം കൃഷിയാണ് ഇപ്പം പുതിയതായിട്ട് കണ്ടുവരുന്നത്. ഇത് നമ്മുടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൺവെൻഷനലായിട്ട് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന, എന്നാൽ ഇപ്പോൾ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഈ പടവലങ്ങ കൃഷിയും പടവല ഒരു തോട്ടം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് കണ്ടാലറിയാം, ആദ്യകാലങ്ങളിലൊക്കെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ഈ കണിയാരത്തിൻ്റെ കാലാണ് ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. കണിയാരങ്ങൾ നാട്ടിൽ സുലഭമായിട്ടുണ്ടായിരുന്നപ്പോഴത്തേനും പിന്നെ കമ്പിയും കണിയാരത്തിൻ്റെ കാലും കൊണ്ടാണ് ഈ തട്ടുണ്ടാക്കാൻ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം കാലങ്ങൾ കടന്നപ്പോഴത്തേനും കണിയാരം നമ്മുടെ നാട്ടിൽ നിന്ന് പോയപ്പോഴത്തേനും പിന്നെ ചൂണ്ടപ്പനയുടെ അലക് കീറി അതിനെ കാലാക്കി, അങ്ങനെ അതാണ് പിന്നെ നമ്മുടെ ഈ തട്ടുണ്ടാക്കാൻ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം ആ ഒരു ഇതിൽ നിന്നും മാറി ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കമ്പിയും അതുപോലെ തന്നെ ഈ കാലും സൈഡിൽ ഈ പന്തൽ വലിച്ച് നിർത്താൻ ഉപയോഗിക്കുന്ന ഈ വലിയ കമ്പിയും കാലും അതുപോലെ തന്നെ ഇടയ്ക്കുള്ള മുട്ടും എല്ലാം ഈ ഒരു തട്ടിൻ്റെ, ഈ പടവലത്തട്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും പിന്നെ ഈ കമ്പിയാണ്. അപ്പം ഇതിങ്ങനെ എത്ര നാൾ വേണേലും നമുക്ക് തട്ടുണ്ടാക്കാൻ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നിരയായിട്ട് ഇങ്ങനെ പിന്നെ മുട്ട് പിടിച്ചിരിക്കുന്ന കാണാം. അതൊക്കെ ചെറിയ പിന്നെ കാലാണ്. ഈ നമ്മൾ ചെറിയ ഷെഡൊക്കെ പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിൻ്റെ ആ തൂണുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സൈഡിലേക്കുള്ള കാലുകൾ. നടുക്കത്തേക്കുള്ള തീരെ ചെറിയ കുറച്ചുകൂടെ വണ്ണം കുറഞ്ഞ് പിന്നെ റൗണ്ട് കമ്പി ഉപയോഗിക്കുന്നുണ്ട്, ചതുര കമ്പി ഇപ്പോൾ ഉപയോഗിച്ച് കാണുന്നുണ്ട്. അങ്ങനെയാണ് ഈ തട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് മെറ്റലായതുകൊണ്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ മറ്റേ നമ്മൾ ഈ മരത്തിൻ്റെ ആകുമ്പോഴത്തേനും അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ദ്രവിച്ചു പോകും, പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പനയുടെയൊക്കെ കാലം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ലേബർ ചാർജ് കണ്ടുമാനം കൂടുതലാണ് അതൊക്കെ റെഡിയാക്കി വരാൻ വേണ്ടിയിട്ട്. എന്നാൽ കൂടുതൽ ഒത്തിരി ലാസ്റ്റിങ് കിട്ടത്തുമില്ല. എന്നാൽ ഇതാണെങ്കിൽ വൺസ് ഈ ഇരുമ്പൊക്കെ ആകുമ്പോൾ ആദ്യത്തെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. ആദ്യമേ നല്ല വിലയാവും, പിന്നെ അതിന് ആകുന്നില്ല, വർഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം ഇടയിൽ. നമ്മൾ ബെന്നീസ് വ്ലോഗ്സിൻ്റെ ഈ ഒരു നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ കാണുന്ന ഏതാണ്ട് വിളവെടുക്കാറായ പിന്നെ പടവലങ്ങയാണ് ഈ കിടക്കുന്നത്. ഇപ്പം നമ്മൾ കടയിലൊക്കെ പോയാൽ കാണുന്ന ഈ പുതിയ ടൈപ്പുള്ള ചെറിയ ഒരു 2 അടി നീളമുള്ള പടവലങ്ങയാണ് ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ പോയാൽ കാണത്തുള്ളൂ. 2 അടി, 1 അടി, 2 അടി നീളത്തിലുള്ള പടവലങ്ങയാണ് കാണുന്നത്. ഇതങ്ങനെയല്ല, 4 അടിയും അങ്ങനെ നന്നായിട്ട് നീളം വയ്ക്കുന്ന ടൈപ്പുള്ള പഴയ ടൈപ്പുള്ള പടവലങ്ങളാണ്. ഇങ്ങനെയുള്ള പടവലങ്ങൾക്കുള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പയറിൻ്റെ തട്ടിൽ അവിടെ ഇടയ്ക്ക് അവർ താന്നു പോകാതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന കപ്പയുടെ കോലുകളാണ്. പക്ഷേ ആ പയറിനൊക്കെ എന്ന് പറഞ്ഞാൽ വെയിറ്റ് തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണെങ്കിലും നിൽക്കും. പക്ഷേ ഈ പടവലങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഒരെണ്ണത്തിൽ നല്ല വെയിറ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ള കമ്പൊക്കെ കൊടുത്ത് മുട്ട് കൊടുത്ത് നിർത്തിയാൽ ഈ ഇതെല്ലാം കൂടെ താന്നു പോവും. ആൾക്കാർക്ക് ഇതിനകത്ത് കയറി വളയിടാനും നനയ്ക്കാനും അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാനുമൊന്നും ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനെല്ലാം താഴെ വീഴാനുള്ള ചാൻസസും ഉണ്ട്. ഇത് നമ്മൾ ആദ്യമേ തടവെടുത്ത് അതിനകത്ത് 3-4 കുരുകുത്തി അങ്ങനെ അത് ചെറിയ കമ്പൊക്കെ കൊടുത്താണ് മുകളിലേക്ക് ഈ പന്തലിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ ഇത് ഇതിപ്പം വിളവെടുത്ത് തുടങ്ങി. സോ അതുകൊണ്ട് ആ കാലം കൊണ്ട് ഈ മഴയത്ത് അകത്ത് നിറയും പുല്ല് കയറിയിട്ടുണ്ട്. തടത്തിലെ അതിൻ്റെ ചോട്ടി മാത്രമേ നമ്മൾ വളയിടുന്നുള്ളതുകൊണ്ട് ഇടയ്ക്ക് പുല്ല് കയറിയാലും പ്രശ്നമില്ല. അങ്ങനെ അതാണ് ഇപ്പോൾ നമ്മൾ ഈ പറമ്പിൽ നിറയെ പുല്ല് കാണുന്നത്. ഇത് നമ്മൾ ഈ MC റോഡിൻ്റെ സൈഡിലുള്ള ഒരു പടവലങ്ങ തോട്ടാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഇങ്ങനെ നമ്മുടെ പഴയ കൺവെൻഷനലായിട്ടുള്ള വലിയ പടവലങ്ങയുള്ള ഒരു തോട്ടം കാണാൻ ഇടയായത്. അത് നല്ല കുഴപ്പമില്ലാത്ത വിളവുള്ള ഒരു തോട്ടമാണ്. എന്തായാലും ഇതിൻ്റെ കൃഷി ആരാണിത് കൃഷി ചെയ്തിരിക്കുന്നത് അറിയത്തില്ല. കൃഷിക്കാരന് ഏതെല്ലാം ആശംസകൾ നന്നായിട്ട് കൃഷി ചെയ്യുന്നതിന്.
ഇപ്പം ഇതുപോലെയുള്ള നല്ല തോട്ടങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് നമ്മൾ കാണാറുള്ളൂ. ശരിക്കും നമ്മുടെ ഈ കുറവലങ്ങാട്, വെമ്പള്ളി ആ ഏരിയകളിലൊക്കെയാണ് കുരിയം കൂടുതലും ഈ പച്ചക്കറി കൃഷിയുള്ള. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറവലങ്ങാടിൻ്റെ കിടന്ന് പിന്നെ MC റോഡിൻ്റെ വലതുവശത്ത് കൂടിയും അതുപോലെ തന്നെ കിഴക്ക് വശത്ത് കൂടിയും എലക്കാട് വഴി വന്ന് വെമ്പള്ളിക്ക് കിഴക്ക് വശം വഴി വന്ന് ഈ 2 തോടുകൾ ഈ MC റോഡിൻ്റെ 2 സൈഡ് വഴി ഒഴുകി വെമ്പള്ളി തെക്കേക്കോലയ്ക്ക് മുമ്പേ അത് റോഡ് ക്രോസ് ചെയ്ത് താഴോട്ട് പോയി ഇത് രണ്ടും കൂടി കട്ടച്ചിറ പാലാ റോഡ്, ഏറ്റുമാനൂർ പാലാ റോഡിനെ ക്രോസ് ചെയ്ത് മീനച്ചിലാറ്റിലേക്കാണ് ഇതെല്ലാം കൂടെ ചെന്ന് ചേരുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡുകളിലുള്ള ഈ നിലം ഒരു ഈ MC റോഡിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള തോടിനാണെങ്കിൽ ഈ കൂടുതൽ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ഈ മണ്ണ് വെട്ടിക്കൂട്ടി അതിന് മുകളിൽ പയറിട്ടിരിക്കുന്നത് കണ്ടത് അതുപോലെയുള്ള. അതേസമയം മറ്റേ കിഴക്കുവശത്തോടെ ഒഴുകുന്ന തോടിന് അത്രയും വെള്ളമില്ല. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാതെ തന്നെ ഈ പിന്നെ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പച്ചക്കൃഷിക്ക് ഒക്കെ പറ്റിയ ഒരു ഏരിയയാണ് ഈ കുറവലങ്ങാടും ഇതിൻ്റെ സമീപ പ്രദേശങ്ങളും. അപ്പോൾ നമ്മുടെ ഈ 2ാമത്തെ വീഡിയോ, ഈ പടവലങ്ങാട് വീഡിയോ ഇവിടെ ഏതാണ്ട് തീരാറാവുകയാണ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ മറ്റ് കുറച്ച് ലോക്കൽ കൃഷി കാഴ്ചകളായിട്ട് എത്തുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.